റിപ്പോർട്ടർ ചാനൽ വഴിക്കടവിലെ അനന്തു എന്ന 15 വയസ്സുകാരൻ്റെ ജീവൻ കോൺഗ്രസ്സുകാരൻ്റെ ക്രിമിനൽ പ്രവൃത്തിയിൽ നഷ്ടപ്പെട്ടതിനെ വെള്ളപൂശി എടുക്കാൻ വേണ്ടി നിയോഗിച്ച റിപ്പോർട്ടർ ചാനലിലെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള സ്മൃതി സെൻ തേഞ്ഞു പോയിട്ടുണ്ട്. ചില പൊള്ളുന്ന ചോദ്യങ്ങൾ ഡോക്ടർ അരുൺകുമാർ ചോദിച്ചു. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും ചോദിക്കാൻ പാടില്ല, പഞ്ചായത്തെന്നൊന്നും പറയാൻ പാടില്ല. ഇതുപോലത്തെ എന്ത് വിഷയം കോൺഗ്രസ്സുകാർ കാണിച്ചാലും ഉടനടി വനം മന്ത്രി, സർക്കാർ, ഫോറസ്റ്റ്, KSEB ഇവരുടെ എല്ലാവരുടെയും തലയിൽ വെച്ചതിന് ശേഷം യഥാർത്ഥ തെമ്മാടിത്തവും തെറ്റും കാണിക്കുന്നവനെ ന്യായീകരിക്കുക. അതാണ് അടുത്ത വർഷത്തെ അമ്പലപ്പള്ളി മാമുക്കോയ പുരസ്കാരം ഓൾറെഡി മുൻകൂട്ടി ഉറപ്പാക്കിയതിന് ശേഷമുള്ള ഈ ഇടപെടൽ. എന്തൊരു വിറളികൊള്ളലും ഹാലിളക്കവുമാണ്. ചില സത്യങ്ങൾ കേട്ടാൽ അറിയാതെ തുള്ളിപ്പോകുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഈ രൂപത്തിൽ ഒരു കാട്ടുപന്നിയെ പോലും വെടിവെക്കാതെ ഇതേപോലുള്ള ആളുകൾക്കുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു ആ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഇത് അറിഞ്ഞതേയില്ല. പഞ്ചായത്ത് ഒറ്റ ഈ വാർഡ് ആരാ ഭരിക്കുന്നത്? ഈ വാർഡിന്റെ കൗൺസിൽ ആരാ? പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ അവിടുത്തെ ആര്യാടൻ ഷൗക്കത്തിന് തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായ അവിടുത്തെ മുതിർന്ന നേതാവല്ലേ? ആ മുതിർന്ന നേതാവിന് ഈ വിനീഷ് ചെയ്യുന്ന കാര്യം അറിയാമായിരുന്നില്ലേ? പഞ്ചായത്ത് വാർഡ് കൗൺസിൽ ഇത് അറിയാതെ പോയതാണോ? ആ പഞ്ചായത്ത് വാർഡ് കൗൺസിലർ ഉത്തരവാദിത്വപ്പെട്ട ഒരാളല്ലേ? ഇതേപോലെ തൻ്റെ വാർഡിൽ ഇപ്പം ഞാനൊരു വാർഡ് മെമ്പർ ആണെങ്കിൽ എൻ്റെ വാർഡിൽ ഒരാൾ അനധികൃതമായി ജീവൻ അപകടമുണ്ടാക്കുന്ന തരത്തിൽ ഒരു ലൈൻ വലിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വാർഡ് മെമ്പർ അറിയിച്ചാൽ ആ വാർഡ് മെമ്പർ അറിയാതിരിക്കുകയാണോ? വാർഡ് മെമ്പറാണ് അറിയിച്ചത്. അവിടുത്തെ സഖാവ് ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആയിക്കോട്ടെ, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ വാർഡ് മെമ്പറുടെ സംരക്ഷകയായിട്ടൊന്നും ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. പഞ്ചായത്ത് ഭരിക്കുന്നത് UDF. ആ പഞ്ചായത്തിൽ കാട്ടുപന്നി ഇന്നേ വരെ വെടിവെച്ചിട്ടില്ല. അതിനും കുഴപ്പമില്ല. ആ പ്രതിയാക്കി ചേർക്കപ്പെട്ടിരിക്കുന്നയാൾ വിനേഷ് എന്ന് പറയുന്നയാൾ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി അംഗമാണെന്ന് പറയുന്നു. അയാളാണ് ഈ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്തത്. അയാൾ കുറ്റസമ്മതം നടത്തുന്നു. അപ്പോഴും അതും പ്രശ്നമല്ല. അപ്പോഴും പഴിയാർക്ക വനം വകുപ്പിനും KSEBക്കും. അതെന്ത് ഏർപ്പാടാ? നല്ല ഏർപ്പാടാണ്. ഒറ്റ കാര്യമുള്ളൂ, എല്ലായിടത്തെയും പഞ്ചായത്തുകൾക്കാണ് ഉത്തരവാദിത്തം. അതങ്ങ് പറഞ്ഞാൽ മതി. പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾ വിശാലമായ അധികാരങ്ങൾ എവിടെയൊക്കെ പ്രയോഗിച്ചിരിക്കുന്നു. ഇവിടെ അധികാരമില്ലാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ, വനംവകുപ്പ് മന്ത്രി. എന്തൊരു നിസ്സഹായനാണ്. വന്യജീവി മനുഷ്യ വിഷയത്തിൽ ഈ കേരളത്തിലെ വനം വകുപ്പും UDF-ലെ MP-മാരും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി കേരളം വിചാരിച്ച് നടപ്പിലാക്കാൻ പറ്റുമോ സ്മൃതി? സ്പെസിഫിക് ആയ വിഷയത്തിൽ ഈ വിഷയത്തെ നിങ്ങൾ ലാർജറായ പെർസ്പെക്റ്റീവിൽ കൂട്ടിക്കെട്ടുമ്പോൾ സംഭവിക്കുന്ന അപകടം എന്ന് പറയുന്നത് ഇവിടെ ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വമാണ്. ഇത് വനംവകുപ്പ് മന്ത്രിയുടെ KSEB-യുടെ വീഴ്ച എന്നതിനും അപ്പുറം ഇതൊരു അപകട മരണമാണ് എന്നുള്ളതാണ് വാസ്തവം. ആ അപകട മരണത്തിന് ഉത്തരവാദിയെ വിനീഷ്, ആ വിനീഷുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ലാർജ് പെർസ്പെക്റ്റീവിൽ ചർച്ച ചെയ്യുമ്പോൾ ഇത് കേന്ദ്ര നിയമത്തിന്റെ ഭേദഗതി ആവശ്യപ്പെടേണ്ട സാഹചര്യമാണ്. അതിനകത്ത് ഒരു സംശയവും എനിക്കില്ല. അതിനകത്ത് ഒരു സംശയമില്ല. കേരളം മുഴുവൻ നിങ്ങൾക്ക് ഫെൻസിംഗ് നടത്തിയൊന്നും കേരളത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അത്രയും അധികം വലിയ കാട്ടാനയുടെ എണ്ണം അറിയാമോ? ഇപ്പോ 2 മടങ്ങായി. തെരഞ്ഞെടുപ്പ് നേട്ടത്തിനാണോ സംശയിക്കുന്നു എന്ന് പറഞ്ഞ വനം മന്ത്രിയുടെ പ്രതികരണത്തിൽ ഒരു കുഴപ്പമൊന്നും പറയാനില്ല. എനിക്ക് ആകെ ഒറ്റ സംശയമേ ഉള്ളൂ. ഈ അപകടം നടന്ന് വിത്തിൻ സെക്കൻഡ്സ് ഇതൊരു സർക്കാർ സ്പോൺസേഡ് മർഡർ ആണെന്ന് ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത് എങ്ങനെയാ? ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷത്ത് CPM ആണെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അയ്യോ നമുക്ക് മിണ്ടാതിരിക്കാം, ഇപ്പോൾ അത് പറയാൻ പാടില്ല എന്ന നിലപാടാണോ? അല്ല, അങ്ങനെയാണോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരിയല്ല. അങ്ങനെ ചെയ്യില്ല. പ്രതിഷേധത്തിൽ ഇറങ്ങുന്ന പ്രതിഷേധം തെറ്റാണെന്ന് ഞാൻ പറയില്ല. ഒരു സംശയമില്ല. അത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ വനാതിർത്തികളിൽ ഒരുപാട് മരണങ്ങളായി. സ്വാഭാവികമായും പറയും പ്രതിപക്ഷം. അനധികൃതമായി KSEB-യിൽ മലയോര കർഷകരുടെ വിഷയത്തെ സാങ്കേതികത്വത്തിൽ ഊന്നിക്കൊണ്ട്
വിനീഷ് എങ്ങനെ കർഷകനാവുന്നത്? വിനീഷിന്റെ പ്രശ്നമില്ല ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ എങ്ങനെ- കഴിയുന്ന ആൾക്കാരെ അതെങ്ങനെ അവിടെ കർഷകനാവുന്നത്? വിനീഷിന്റെ കർഷകർ ഞാൻ പറഞ്ഞില്ല പിന്നെ സാർ. മലയോര കർഷകരുടെ ഞാൻ വിഷയമാവുന്നത്? പറഞ്ഞ അവിടെ ജീവിക്കുന്ന ആളുകളെ പറ്റി അത് പറഞ്ഞത്. അവിടെ നിൽക്കൂ. ഈ അത് വിഷയം അവിടെ മലയോര നിൽക്കൂ. ഞാൻ കർഷകരുടെ വിനീഷിന്റെ വിഷയമാണ്. സംരക്ഷണത്തിലല്ല ഇത് പറഞ്ഞത്. മലയോര കർഷകരുടെ നിങ്ങൾ വിഷയമാണ്. വിനീഷിന്റെ കാര്യം പറഞ്ഞു. ഞാൻ വിനീഷിന്റെ കാര്യം ഇത് പറഞ്ഞത്. മലയോര കർഷകരുടെ വിഷയമാണ്. വിനീഷിന്റെ ഇത് മലയോര കർഷകരുടെ ജീവിത പ്രശ്നം. എന്താ ഏത് സംശയം? ജീവിത പ്രശ്നം? എന്താണ് ആരുടെ ജീവിത അവിടെ പ്രശ്നം? ജീവിക്കുന്നവരുടെ പ്രശ്നം? അവർ കൃത്യമായി പരാതികൾ കൊടുത്തിട്ടും അനങ്ങാതിരുന്ന സർക്കാർ സംവിധാനം, അനന്തുവിന്റെ വിഷയം, ഇല്ല, അനന്തുവിന്റെ മരണം കേസില്ല. ഒരു മലയോര കർഷകന്റെ വിഷയമായിട്ടാണോ സ്മൃതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്? ഈ വിനീഷ് അവിടെ ഈ ഫെൻസിംഗ് വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ കർഷകരെ പറഞ്ഞത്. അതാണ് ഞാൻ സംരക്ഷിക്കാനാണോ? പറഞ്ഞത്. അതല്ലേ അതാണ് ഞാൻ നമ്മൾ പറഞ്ഞത്. ചർച്ച ചെയ്യുന്നതല്ലേ? നിങ്ങൾ ഈ പറയുന്നത് ഈ മൃഗവേട്ടക്കാരിൽ ഒതുക്കുകയാണ്. ശരി, അങ്ങനെ നടക്കട്ടെ, അങ്ങനെ ഇന്നത്തെ നടക്കട്ടെ. സംഭവം മൃഗവേട്ടയല്ലേ? ശരി, ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഒന്നും പറയാനില്ല. സത്യത്തിൻ്റെ മുഖം സ്മൃതീശൻ്റെ മനസ്സുപോലെ വികൃതമാണ്. ആ സത്യം കേൾക്കുമ്പോൾ വികൃതമായ മനസ്സിലെ കള്ളങ്ങൾ അതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് വല്ലാതെ പാടുപെടും. അതാണ് ആ കണ്ടത്. എന്തൊക്കെയാണ് മെഴുകുന്നത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. ഏതെങ്കിലും നാട്ടിൽ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ആരെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ കുറിച്ച് പറയുമെന്ന്. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വാർഡ് അംഗങ്ങൾ തുടങ്ങിയ സംവിധാനങ്ങൾ ഒരു പ്രദേശത്ത് സിനിമ കാണാൻ തുടങ്ങി വച്ചിരിക്കുന്നു എന്നാണ് സ്മൃതീശൻ്റെ സങ്കല്പം. അതുകൊണ്ടാണ് അവർക്ക് ആ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങളിലൊന്നും ഉത്തരവാദിത്വമില്ല. നേരെ സർക്കാരിലേക്കാണ് ഇരിക്കുന്നത്, പിണറായിയിലേക്കാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനാണ് ഇരിക്കുന്നത്, വനം മന്ത്രിയിലാണ് ഇരിക്കുന്നത് എന്ന തോന്നൽ കോൺഗ്രസ്സുകാർ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഒരു പ്രദേശത്ത് കോൺഗ്രസ്സുകാരൻ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നുണ്ടെങ്കിൽ അതിനെ തടയേണ്ടതാരാണ്? ആ പ്രദേശത്തെ വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറിനാണല്ലോ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധം വരുന്നത്. വനം മന്ത്രിക്ക് നേരിട്ട് ജനങ്ങളുമായി ബന്ധം വരുന്നില്ലല്ലോ. അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലല്ല എന്ന് ഈ മടലിനെ ആരെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. കാര്യം വികേന്ദ്രീകരണത്തിലൂടെ താഴേക്കിടയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. മുകളിലുള്ള തീരുമാനം താഴെ പ്രാവർത്തികമാക്കുന്നതും ഇതേ സ്ഥാപനങ്ങളിലൂടെയാണ്. അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതുപോലും തിരിച്ചറിയാതെയാണ് വഴിക്കടവ് വിഷയത്തിൽ കോൺഗ്രസ്സുകാരൻ ചെയ്ത പ്രവൃത്തി മുൻകൂട്ടി വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റിനും അറിയാമായിരുന്നിട്ടും ആ വിഷയത്തിൽ ഇടപെടാതെ അദ്ദേഹം നടത്തിയ ക്രിമിനൽ പ്രവർത്തനം ഒരു ജീവനെടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദി എളുപ്പത്തിൽ കൊണ്ടുവന്ന് സർക്കാരിൻ്റെ തോളിൽ വയ്ക്കാനുള്ള സ്മൃതീശൻ്റെ പ്ലാൻ ബി ആണ് അരുൺകുമാർ പൊളിച്ചു കൊടുത്തത്.